ചില ദിവസങ്ങളിൽ രാവിലെ നമ്മൾ ഉറക്കം എണീക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും. അങ്ങനത്തെ ഒരു ദിവസമാണ് കേട്ടോ ഇന്ന്. രാവിലെ എണീറ്റപ്പോഴേ നല്ലൊരു എനർജി ഉണ്ടായിരുന്നു. മുറ്റത്തോട്ട് ഇറങ്ങി ഒന്ന് ചുറ്റിപ്പറ്റി നിന്നതിന് ശേഷം നേരെ അടുക്കളയിലേക്ക് കയറി. ഇന്ന് സ്കൂളുള്ള ദിവസമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. ഞാൻ പൊതുവേ ചായ കുടിക്കാറില്ല കേട്ടോ. കട്ടൻ ചായയും സ്ഥിരമല്ല. ഒരു ഗ്ലാസ് വെള്ളത്തിലൊതുക്കുന്നതാണ് പതിവ്. എന്നാൽ ഇന്ന് കട്ടൻ ചായ കുടിക്കാനായിട്ടൊരു കൊതിയുണ്ടായി. രാവിലെ അങ്ങനെ കട്ടൻ ചായയൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുത്തു. ഈ ഒരു ഗ്ലാസ് കട്ടൻ ചായയോടുകൂടി ഇന്നത്തെ നമ്മുടെ ദിവസം തുടങ്ങുകയാണ്. കാപ്പിയായിട്ട് ഇന്ന് ഉണ്ടാക്കുന്നത് പുട്ടാണ് കേട്ടോ. നമ്മുടെ സ്ഥിരം യൂണിറ്റ് ടേസ്റ്റിൻ്റെ പുട്ടുപൊടിയിൽ നിന്ന് 1 കപ്പ് പുട്ടുപൊടി എടുത്തു. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതുപോലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നേരത്തെയൊക്കെ നമ്മൾ പൊടിക്കുന്ന അരിപ്പൊടിയിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ പുട്ടൊക്കെ നല്ല കല്ല് പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം നല്ല എളുപ്പമുണ്ട്. ഉണ്ടാക്കാനും എളുപ്പമുണ്ട്, കുഴയ്ക്കാനും എളുപ്പമുണ്ട്, കഴിക്കാനും എളുപ്പമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ സ്ഥിരം ഇത് തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഒരു 3-4 വർഷത്തിൽ കൂടുതലായി. കുറച്ച് നേരം അടച്ചു വെച്ചതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് കട്ടടച്ചെടുക്കാം. ഇന്നത്തെ കറിയായിട്ട് ഞാനുണ്ടാക്കിയത് ഉരുളക്കിഴങ്ങ് കറിയാണ് കേട്ടോ. ഇടയ്ക്ക് വെച്ച് മോൾ ഉറക്കം എണീറ്റത് കൊണ്ട് വീഡിയോ എടുപ്പ് നടന്നില്ല. അപ്പോൾ പുട്ടൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് തേങ്ങ ചിരണ്ടിയതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പുട്ടുകുറ്റിയിലേക്ക് തേങ്ങയും നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പുട്ടുപൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഞാൻ ഈ ചിരട്ടപ്പുട്ടിൻ്റെ പാത്രത്തിലും വലിയ പുട്ടുകുറ്റിയിലും ഇഡലി പാത്രത്തിലും ഒക്കെ പുട്ടുണ്ടാക്കാറുണ്ട് കേട്ടോ. ആളുകളുടെ എണ്ണവും സമയക്കുറവും ഒക്കെ ആശ്രയിച്ചിരിക്കും ഈ പാത്രങ്ങളുടെ വ്യത്യാസവും പുട്ടിൻ്റെ ഷേപ്പും. ഈ ടൈമിൽ ഞാൻ കുക്കറിൽ കുറച്ച് വെള്ളം ആവി വരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിസിൽ മാറ്റി വെച്ചു. ആവി വന്ന് തുടങ്ങിയപ്പോൾ നമ്മുടെ ചിരട്ടപ്പുട്ട് അതിലേക്ക് വെച്ചു. ഇനി ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ അത് വെന്ത് കിട്ടും. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുട്ടികൾക്ക് കൊടുക്കാനുള്ള 2 മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ തോടൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള കുപ്പികളിലൊക്കെ വെള്ളം നിറച്ചെടുത്തു. 2 പേരുടെയും കുപ്പികളിലൊക്കെ വെള്ളവും നിറച്ച് സ്നാക്സും പാക്ക് ചെയ്ത് ആഹാരമൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ആദ്യമൊക്കെ കണ്ണൻ തന്നെ ബാഗിലെടുത്ത് വെക്കുമായിരുന്നു. ഇപ്പോൾ പിന്നെ കുറച്ച് ദിവസമായിട്ട് അവനൊരു മടിയുണ്ട്. അതുകൊണ്ട് ഞാൻ തന്നെയാണ് ഇപ്പോൾ എടുത്ത് വെക്കുന്നത്. 2 പേരുടെ ബാഗിലും പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ സമയം ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം 2 പേരും മുറ്റത്ത് നിന്ന് കളിക്കുമായിരുന്നു. മോൻ്റെ ബാഗിൽ വെള്ളവും ആഹാരമൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം ബുക്സും കൂടെ എടുത്ത് വെക്കുന്നുണ്ട്. ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തോളൂ കേട്ടോ. അങ്ങനെ ബാഗ് പാക്ക് ചെയ്തു. മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച അവർക്ക് കളർ ഡ്രസ്സാണ്. അതുകൊണ്ട് ഇന്ന് കളർ ഡ്രസ്സാണ്, യൂണിഫോം അല്ല. അങ്ങനെ 2 പേരും ചെരുപ്പൊക്കെ ഇട്ട് റെഡിയായി ഇറങ്ങി. പോകുന്ന വഴിക്കുള്ള കാഴ്ചയാണ് കേട്ടോ. നിറയെ ചെടികളുള്ളൊരു വീടുണ്ട് ഇവിടെ. പിന്നെ തിരിച്ചു വന്നതിന് ശേഷം ഒരു പുട്ടും കുറച്ച് ഉരുളക്കിഴങ്ങ് കറിയൊക്കെ ആയിട്ട് ആഹാരം കഴിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പപ്പടവും കൂടെ കാച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ വയ്ക്കുന്നുണ്ട്. ഇന്ന് മക്കളുടെ സ്കൂളിൽ PTA മീറ്റിങ്ങുള്ള ദിവസമാണ്. അതുകൊണ്ട് ഉച്ചത്തെ പാചകമൊക്കെ വളരെ സിമ്പിളായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ 2 പേരും സ്കൂളിൽ പോകാനായിട്ട് ഇറങ്ങി. 2 മണിക്കായിരുന്നു മീറ്റിങ്. സ്കൂളിലെത്തി മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് മക്കളെയും കൂട്ടി ഞങ്ങൾ ഇവിടെ അടുത്ത് ഒരു വയലുണ്ട് കേട്ടോ. അടിപൊളിയാണ് കാണാനായിട്ട്. അങ്ങോട്ടേക്ക് പോയി. ചെറിയ വെയിലുണ്ടായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഇടയ്ക്കൊക്കെ അങ്ങോട്ട് കൊണ്ട് പോകാറുണ്ട്. അവർക്ക് ഒരുപാട് ഇഷ്ടമുള്ള സ്ഥലമായതുകൊണ്ട്. ചെറിയ ഒരു നടക്കാനുള്ള സ്പേസേ ഉള്ളൂ. അതുകൊണ്ട് ചേട്ടൻ തന്നെ 2 പേരെ എടുത്തുകൊണ്ടാണ് പോകുന്നത്. അവിടെ ഒരു ഏറുമാടമുണ്ട് കേട്ടോ. അതിൻ്റെ മേളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മൊത്തം കാണാൻ പറ്റും. അതിൻ്റെ കൂടെ നല്ല ഏളം കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷായി ഞങ്ങൾ തിരിച്ചു പോകുന്നുണ്ട് വീട്ടിലേക്ക്. ഓണത്തിന് പായസം വെച്ചതിൻ്റെ ബാക്കി കടല ഉണ്ടായിരുന്നു. അങ്ങനെ കടല പായസം ഉണ്ടാക്കാമെന്ന് കരുതി അത് കുക്കറിലിട്ട് അല്പം നെയ്യും ചവ്വരിയും ചേർത്ത് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ഒരു ഉരുളിയിൽ നെയ്യ് ചൂടാക്കി അതിനെ ഇതിലേക്കിട്ട് നന്നായിട്ട് വരട്ടിയെടുത്തു. ഈ വരട്ടുന്നതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സാധാരണ ഞാൻ ഉണ്ടാക്കുമ്പോൾ നല്ല തിക്കായിട്ട് വരട്ടിയെടുക്കുമായിരുന്നു. ഇന്നിപ്പോൾ മക്കൾ 2 പേരും പായസം എന്ന് വിളിച്ച് കൂടെ നിൽപ്പുണ്ട്. അതുകൊണ്ട് പെട്ടെന്നാക്കാനായിട്ട് നോക്കുന്നുണ്ട്. ശർക്കര നേരത്തെ പാനി കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനൊരു അരിപ്പിലൂടെ അരിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. എനിക്ക് വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്ന പായസമല്ല കേട്ടോ കടലപ്പായസം. ഇവിടെ വന്നപ്പോഴാണെങ്കിലോ ചേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള പായസം. പിന്നെ അത് ഉണ്ടാക്കിയും കുടിച്ചും അതും ഇഷ്ടമുള്ളൊരു പായസമായിട്ട് അങ്ങ് മാറി.
അതേപോലെ തന്നെ ആദ്യം ഇതൊന്നും ഉണ്ടാക്കാനും അറിയില്ലായിരുന്നു. ഒരു സേമിയ പായസം മാത്രമായിരുന്നു ഉണ്ടാക്കാൻ അറിയായിരുന്നത്. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് പഠിച്ച് ഇതുവരെയായി. അപ്പോൾ നമ്മുടെ ശർക്കരയും കടലപ്പരിപ്പും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് കുറുക്കിയെടുക്കണം. അതുവരെ നമ്മളിങ്ങനെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോൾ നമുക്കതിലേക്ക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാല് ചേർത്ത് കൊടുക്കാം. പാല് കുറേശ്ശെയായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്ത് ഒരു തിള വരുമ്പോൾ ബാക്കി പാല് ചേർത്ത് കൊടുക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ ARM സിനിമ കാണാൻ പോയ കഥ പറഞ്ഞില്ലേ, ഇപ്പോഴും അതിലെ ആ പാട്ട് അങ്ങവാനക്കോണിലെന്ന് പറയുന്ന പാട്ട് ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ സ്ഥിരം കേട്ട് ഇപ്പം മക്കളും അതിൻ്റെ ഒരു ഫാനായി മാറി. അങ്ങനെ ഇനി നമ്മുടെ പായസത്തിലേക്ക് ബാക്കിയുള്ള പാലും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഏലക്കാപ്പൊടിയും പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡുമാണ്. ഞാനിപ്പോൾ ഏലക്ക ചേർത്ത ഭാഗം മിസ്സായിപ്പോയി. പിന്നെ ഞാനൊരു 2-2.5 ടേബിൾ സ്പൂൺ അളവിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കിസ്മിസിൻ്റെ അണ്ടിപ്പരിപ്പിൻ്റെ ഒന്നും ആർഭാടമൊന്നും ഇല്ല കേട്ടോ. പായസം റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് തണുത്തതിന് ശേഷം കുടിക്കാം. അങ്ങനെ പായസമൊക്കെ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് മീഷോയിൽ നിന്ന് ഒരു ഓർഡർ വരാനുണ്ടായിരുന്നു. അതൊക്കെ പോയി കളക്ട് ചെയ്തു. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഉടനെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.